everyone. Welcome to Nastic Media. അപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ജെൻസി വേർഡ്സിൽ സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന ജെൻസി കിഡ്സിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ 90s കിഡ്സിനാണെങ്കിലും ഈ വേർഡ്സിന് മീനിങ് അറിയുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വേർഡ്സ് ഒക്കെ ഫെമിലിയർ ആണെങ്കിൽ അതിന്റെ മീനിങ് ഒക്കെ കമന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ജെൻസി ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല, ജെൻസി കാറ്റഗറി ജനറേഷൻ ആണോ? അപ്പൊ പൊതുവെ നമ്മള് ജെൻസിയുടെ ലാംഗ്വേജ് കുറച്ച് പ്രത്യേകത എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ടേംസ് ഞാൻ ചോദിക്കാം, മീനിങ് പറയണേ. ചോദിക്കട്ടെ? കേൾക്കാം. ആദ്യം ആളോടാണ്. ലവ് ബോംബിങ് അറിയില്ല? അറിയാം ലവ് ബോംബിങ് എന്താണ്? നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയില്ല. ഓക്കെ, ലവ് ബോംബിങ് എന്ന് വെച്ചാല് ഒരു എക്സസീവ് അഫെക്ഷൻ അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നതാണ്. ബ്രെഡ് ക്രംപിങ് അറിയില്ല? ഇതൊന്നും അറിയില്ല? സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഡെലൂലു സിനിമയിൽ മാത്രമേ അറിയാമല്ലോ. അറിയാം. എന്താ നിങ്ങൾ ജെൻസി ആയിട്ട് പോലും ഇങ്ങോട്ടേക്കോ? ജെൻസി ആയിട്ട് പോലും എന്താ ഇതൊന്നും അറിയാത്തത്? പൊതുവെ പറയാം ജെൻസിയൊക്കെ ഇങ്ങനത്തെ ലാംഗ്വേജാ പറയാ, 90s കിഡ്സിനൊന്നും അറിയില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ജെൻസി ആയിട്ട് പോലും അറിയില്ലേ? എത്തിയിട്ടില്ല നമ്മള്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി കഴിഞ്ഞിട്ടുള്ള ടീമിനാണ് ഇതൊക്കെ അറിയുള്ളൂ, പഠിക്കരുത്. ഓക്കെ, നിങ്ങൾ ജെൻസി ആണോ 90s ആണോ? 90s. അപ്പൊ നമ്മള് പൊതുവെ കുറെ ജെൻസി വേർഡ്സ് കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വേർഡ്സ് ചോദിക്കാം, പരിചയം പറയണേ. മിഡ് മിഡ് എന്ന് പറഞ്ഞ അറിഞ്ഞൂടാ. സിമ്പിൾ. മിഡ് മിഡ് കുഴപ്പമില്ല, ആവറേജ്. ഞാൻ ആക്ഷനിലങ്ങ് പിടിച്ചൂലേ? ഓക്കെ, റെഡ് ഫ്ലാഗ്. അതെ, എല്ലാം അറിയാലോ. ഡിഫിക്കൽട്ട് ആക്കട്ടെ. സിറ്റുവേഷൻഷിപ്പ് താൽക്കാലികമായിട്ടുള്ള ബന്ധം. താൽക്കാലികമായിട്ടുള്ള ബന്ധം. നീ ഇയാളോട് ചോദിക്കാം. ഗോസ്റ്റിംഗ് ഞാൻ നേരത്തെ പഠിച്ചായിരുന്നു, ഞാൻ മറന്നു. ഞാൻ പറഞ്ഞോട്ടെ, പെട്ടെന്ന് വഴി കൂടി കാണുന്ന ആൾക്കാരോടൊക്കെ സിറ്റുവേഷൻഷിപ്പ് പോലത്തെ ഗോസ്റ്റ് ഷിപ്പ് അങ്ങനെ അതല്ലേ? സ്റ്റോക്കിംഗ് നേരെ ഓപ്പോസിറ്റാ. എന്താ സംഭവം? സ്റ്റോക്കിംഗ് അറിയണ്ടോ? സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിംഗ് അതല്ല. സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുള്ളപ്പോ തന്നെ അടുത്ത ആളെ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടി സ്റ്റോക്ക് ആക്കി വെക്കാന്നല്ലേ? ഒരാളെങ്ങനെ എപ്പോഴും നിരന്തരമായിട്ട് നോക്കാൻ ഫോളോ ചെയ്യാതാണ്. അത് നേരെ ഓപ്പോസിറ്റാ. ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്യും. അതാണ് ഗോസ്റ്റിംഗ്. വേറെ സിമ്പിൾ ആയിട്ട് ഒരു വേർഡ് വെക്കട്ടെ. പൂക്കി പറയട്ടെ. എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല. വിളിച്ചിട്ടുണ്ടോ? പൂക്കി പൂക്കി വിളിച്ചിട്ടൊന്നുമില്ല. കൂട്ടുകാരെയൊക്കെ ഞങ്ങൾ പൂക്കിന്ന് വിളിക്കാറ്. എന്താണെന്നറിയോ? അറിഞ്ഞൂടാ. എന്തെല്ലാം അർത്ഥമാണ്? അതാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ വേർഡ്സ് ഉപയോഗിക്കാറുണ്ടല്ലേ പൂക്കിയൊക്കെ? ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, അല്ലാതെ ഉപയോഗിക്കാറൊന്നുമില്ല. അല്ല, വേറെ ഏജൻസി പിള്ളേരെങ്ങനെ വീഴ്ത്താൻ വേണ്ടിട്ടാണ് ഈ വേർഡ്സ് ഒക്കെ ചോദിക്കില്ല. ഓക്കെ, സോറി. ജെൻസി ആണോ 90s ആണോ? ചേച്ചി 90s ആണോ? 2K ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിലാണ് മത്സരം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പരിചയം വേർഡാണെങ്കിൽ പറയണേ. അത് ചേച്ചിനോട് ചോദിക്കാം. പൂക്കി എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടുണ്ടോ? എന്താന്നറിയോ? അറിയില്ല, കേൾക്കുന്നുണ്ട്. പൂക്കി എന്താ പറഞ്ഞോടക്ക്? ക്യൂട്ട്. അടുത്ത വേർഡ് ഡെലൂലു. ഡെലൂലു നമ്മുടെ സിനിമയിലെ വാക്ക്. പക്ഷെ അതിന്റെ മീനിങ് എന്താ? ഡെലൂഷൻ. ഇനി ഇയാൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗോസ്റ്റിംഗ് അറിയില്ല? കപ്പിള് വർക്കൊക്കെ പറയില്ല. ചേച്ചിക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണെന്ന് ഇനി ഐഡിയ? പ്രേതത്തിന്റെ ആണോ? പ്രേതത്തിന്റെ അല്ല, സ്റ്റോക്കിന്റെ നേരെ ഓപ്പോസിറ്റാ. പാട് ഒഴിവാക്കാം. ചേച്ചി ഇങ്ങനെ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? കേൾക്കലുണ്ട്, നമ്മൾ പറയില്ലെന്ന് മാത്രം. ഉപയോഗിക്കാറുണ്ടോ? ജെൻസീസ് ഉപയോഗിക്കുന്നൊക്കെയാണ് പറയുന്നത്.
ചെയ്തിട്ടുണ്ടോ അങ്ങനെ ജെൻസിയിലൊപ്പം എത്തണം എന്ന് പറഞ്ഞിട്ട്? ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പൊ പൊതുവെ ജെൻസി ആയ ആൾക്കാർ ഒരുപാട് വേർഡ്സ് ടേംസ് യൂസ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറില്ലേ? അപ്പൊ ഞാൻ കുറച്ച് അങ്ങനെ ടേം പറയാം, പരിചയം അത് എന്താന്ന് പറയണേ. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ തരാം. ഡെലൂലു എന്താന്ന് അറിയോ? കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ 90s കിഡ് ഇങ്ങോട്ടായിട്ട് ചോദിക്കണേ. സിറ്റുവേഷൻഷിപ്പ്. അതെ, പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു നെയിം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതെന്തായിരുന്നു? എന്ത് സംഭവം? എനിക്കറിഞ്ഞൂടാ. സിറ്റുവേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതെന്താ പറയോ? അതറിയില്ല. ഇല്ലായിട്ടില്ല അതറിയണം. സിറ്റുവേഷൻഷിപ്പ് അറിയോ? എനിക്കറിയില്ല. അതെന്താ ട്രീറ്റ്മെന്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അതാണ് സിറ്റുവേഷൻഷിപ്പ്. ഉണ്ട്, പണ്ട് കേട്ടിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മള് ഇൻസ്റ്റയിലൊക്കെ കാണുന്നതല്ലേ. നിങ്ങളുടെ വേറെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് പറഞ്ഞേ. ബ്രെഡ് ക്രംബിംഗ്. ബ്രെഡ് ക്രംബിംഗ് അറിയില്ല? സിമ്പിൾ. ബ്രെഡ് ക്രംബിംഗ് അറിയില്ല? പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഇല്ലാണ്ട് ഒരാളോട് ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള സംഭവമാണ് ബ്രെഡ് ക്രംബിംഗ്. എക്സ്റ്റെല്ലാം ചെയ്യും, പക്ഷെ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ കമ്മിറ്റ്മെന്റ് ആണ്. അതാണ് ബ്രെഡ് ക്രംബിംഗ്. ഇതൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ആളും ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. 90s ആണ് ആദ്യം പറഞ്ഞല്ലോ. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല? ഇല്ല. പൊതുവെ പറയാറുണ്ട് ജെൻസീസ് ഇങ്ങനത്തെ വേർഡ്സൊക്കെ ഉപയോഗിക്കാന്നൊക്കെ. ശരിയാണ്, അല്ല. എങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? എനിക്ക് ജെൻസി വേർഡ്സ് അറിയാന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല. ജെൻസി വേർഡ്സ് കൂടുതൽ ഇപ്പൊ അറിയാൻ കാരണം മറ്റേ സർവമായ സിനിമ കണ്ടതിന് ശേഷമാണ്. അതന്നെ ഡെലുലു ഞാൻ ആദ്യം ചോദിച്ചത്. അതെ. പിന്നെ നമ്മള് യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിലും ട്രെൻഡ് മോഡലായി വന്നത് ഈ പടം ഇറങ്ങിയതിന് ശേഷം. ജെൻസി ആണോ? അതാദ്യം ചോദിക്കണം. കുറച്ച് ജെൻസി ടേംസ് ഞാൻ പറയാം. അങ്ങനെ അറിയാൻ ജെൻസ് കുറവാ. എന്നാലും ട്രൈ ചെയ്യാം. ജെൻസി ആയിട്ടുള്ള ഒരാള് അറിയോ അറിയില്ലേ നോക്കണല്ലോ. ഗോസ്റ്റിംഗ്. അത് വെച്ച് സ്റ്റോക്ക് ചെയ്യാ അങ്ങനെയാണോ? അതാണോ ഗോസ്റ്റിംഗ്? ആയിരിക്കണം. പക്ഷെ ഗോസ്റ്റിംഗ് സ്റ്റോക്കിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്. അറിയില്ല. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ. ബ്രെഡ് ക്രംബിംഗ് അറിയില്ല. അറിയുന്ന ഒരു ടേം ഒരു ജെൻസി ആയിട്ട് അറിയാത്ത എന്തുകൊണ്ടാ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? ആണ്. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാ ജെൻസീസും ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാറില്ല. അതൊരു മിത്താണ് സത്യം പറ. ഓക്കെ, ആലോചിച്ചു. ചോദിക്കാം. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജെൻസി ആണല്ലോ. ഓർബിറ്റിംഗ്. ലിറ്ററൽ മീനിങ് ഒന്നായിട്ട് അല്ല, സിമിലർ. അല്ല, ആണുങ്ങൾക്ക് സ്ഥിരമുള്ളതാണ്. ആണുങ്ങൾ മിക്കപ്പോഴും പ്രപ്പോസ് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു സംഭവം. സ്റ്റോക്കിങ്ങിന് വേറൊരു വേർഷൻ. അതിനെ പറയാൻ പറ്റില്ല. ഫ്ലർട്ടിംഗ് അല്ല. സംസാരിക്കത്തില്ല, പക്ഷെ അവരെങ്ങനെ ഫോളോ ചെയ്യും, ലൈക്ക് സോഷ്യൽ മീഡിയ സ്റ്റോറീസും അങ്ങനെയൊക്കെ. അതാണ് ഓർബിറ്റിംഗ്. ഓക്കെ, ഒരെണ്ണം കൂടി ചോദിക്കട്ടെ. ഡെലൂലു അതറിയോ? ഡെലൂലു ഓക്കെ. ഡെലൂലു അതറിയില്ല. സർവമായ കണ്ടാട്ടോ. അതില് ഡെലൂലു എന്താന്ന് അറിയില്ല. അതാണ് ജെൻസി ആയിട്ട് ഇത് അറിയാത്തത്. ഓക്കെ, ഇപ്പൊ പൊതുവെ ജെൻസിക്ക് ഒരുപാട് ടേംസ് ഉണ്ട്. അതിൽ കുറച്ച് ടേംസ് ഞാൻ പറയാം, നിങ്ങൾക്ക് ഫെമിലിയർ ആണോ നോക്കണം. ഗോസ്റ്റിംഗ് കേട്ടിട്ടുണ്ടോ? അറിയാം. എന്താ ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരാളെ പറ്റിക്കുക പോലത്തെ ഒരു സാധനം ഞാൻ കേട്ടിട്ടുള്ളൂ. ഗോസ്റ്റിംഗിന്റെ സ്റ്റോക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ്. പച്ചനെ കൂടെ ഒഴിവാക്കണം, അതാണ് ഗോസ്റ്റിംഗ്. വേറെ ഒരു വേർഡ് വയ്ക്കട്ടെ. സിറ്റുവേഷൻഷിപ്പ്.
കേട്ടിട്ടില്ല. സംഭവം നിങ്ങൾ ജഡ്ജി അതല്ലേ പറഞ്ഞത്. ജെൻസി ആണെങ്കിലും ജെൻസിക്ക് 90s-ന്റെ ഇടയിലും പെട്ടുപോയ ഒരു ടീമാണ് ഞാൻ. പക്ഷെ ഇതൊക്കെ ജെൻസീസ് ആണ് ഉപയോഗിക്കാറെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉം. നിന്നിട്ട് എന്നിട്ട് പിന്നെ പോവാ പിന്നെ അതന്നെയല്ലേ. ഓക്കെ അങ്ങനെ പറയാ. പക്ഷെ നമ്മൾ പറയുന്നത് മോഡേൺ പ്ലസ് ലെസ് ദാൻ റിലേഷൻ ലവർ എന്ന് പറയുന്ന ഒരു സംഭവമല്ല. അതല്ല സിറ്റുവേഷൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡെലിവറി അതറിയാല്ലേ? അത് എവിടെ കേട്ടെങ്കിലും എങ്ങനെ അറിഞ്ഞേ? സർവമായ അതല്ലെങ്കിൽ അത് കിട്ടുക. നിങ്ങൾ ജെൻസി ആയാലും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ചുമ്മാ ഈ ഓൺലൈനിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ നമ്മള് റിയൽ ലൈഫിൽ ഒന്നും ഉപയോഗിക്കാറില്ല. ജെൻസി ആണോ നിങ്ങൾ? ജെൻസിയാണ് പക്ഷേ ജെൻസി ആയിട്ടൊരു ബന്ധമല്ല, പക്ഷെ ജെൻസി ആണ്. പിടിക്കാം. ഓക്കെ, ജെൻസിനെ കുറിച്ച് ടേം പറയാം. അറിയെങ്കിൽ പറയണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിറ്റുവേഷൻഷിപ്പ്. ബോയ് ഫ്രണ്ട് ഉള്ളപ്പോ വേറെ അതെ അല്ല, എനിക്കല്ല ഇത് 90s ആണ്. ഓ അതാണ് ഇതൊന്നും വിടാനത്. അറിയില്ല. കൂടുതൽ ആൾക്കാർ റിലേഷൻ അതല്ല, മിക്കവരും ചെയ്യാൻ എനിക്ക് തോന്നിപ്പം പൊതുവെയുള്ള സിറ്റുവേഷൻസ് ലവറും അല്ല എന്നാ ഫ്രണ്ടും അല്ല, ആ ഒരു രീതിയിൽ വരയ്ക്കുന്ന സിറ്റുവേഷൻ. അല്ല 90s കിഡിന് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതറിയോ? അതെ അതെ അറിയാം. ഓക്കെ, എന്നാ ഡെലൂലു. ഡെലൂലു അതറിയില്ലെങ്കിലും മലയാളികൾ അറിയാതെ അതന്നെ ഡെലൂലു. അതാണോ കാണാത്തോണ്ടാണ്. എന്നാ ഡെലൂലു എന്താന്ന് പറ. അതറിയില്ലല്ലേ? പ്രേതോ? ഡെലൂഷൻ, മായ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഓർബിറ്റിംഗ്. ഓർബിറ്റിംഗ് റൊട്ടേഷൻ ഇതല്ല, ഓർബിറ്റിംഗ് ജെൻസി വേർഡാണ്. ജെൻസി ഒബ്വിയസ്ലി. ഓർബിറ്റിംഗ് എന്ന് വെച്ചാല് അട്രാക്ഷൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ സ്റ്റോക്കിംഗ് പോലെ ഒരു സ്റ്റേജ് ആണ്. അതാണ് ഓർബിറ്റിംഗ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അധികം സംസാരിക്കുന്നില്ല പക്ഷെ ഫോളോ ചെയ്യും, അതാണ് ഓർബിറ്റിംഗ്. ആളെ ഫോളോ ചെയ്യും പക്ഷെ സംസാരം ഒന്നുമില്ല, അതാണ് കറക്റ്റ്. ഓക്കെ, നിങ്ങൾ ജെൻസി ആണല്ലോ, അപ്പൊ ഞാൻ കുറച്ച് ടേംസ് പറയാം. പരിചയം ഉണ്ടെങ്കിൽ പറയണേ. റെഡ് ഫ്ലാഗ് കേട്ടിട്ടുണ്ടോ? അതെന്താ? നിങ്ങൾ ആരെങ്കിലും റെഡ് ഫ്ലാഗ് ആണോ? എന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർബിറ്റ് കറങ്ങണത് എന്ത് കറങ്ങണത്? പ്ലാനറ്റ്. ഓ അതൊക്കെ അറിയാലേ. ഓക്കെ, ഓർബിറ്റിംഗ് അതൊന്നല്ല. ആരോട് സംസാരിക്കാറില്ല പക്ഷെ അവരങ്ങനെ ഫോളോ ചെയ്യുന്നത്, അതാണ് ഓർബിറ്റിംഗ്. അപ്പൊ നിങ്ങൾ ജെൻസി ആയിട്ടൊന്നും അറിയത്തില്ല? നിങ്ങൾക്ക് പരിപാടിയൊന്നുമില്ല, നിങ്ങൾ യൂസ് ചെയ്യാറില്ല ജെൻസി ആയിട്ടോ? ഓക്കെ,